സ്വർണ്ണക്കനൽ പോലെ എരിയുന്ന മേലേരിയിലേക്ക് പാഞ്ഞു വന്ന പൊട്ടൻ തെയ്യം എടുത്തു ചാടി. കുരുത്തോല കൊണ്ടുള്ള ഒട എരിഞ്ഞ് പുക വാനോളം ഉയർന്നു. ചെണ്ടവാദ്യം തിമിർക്കുകയാണ്. വിയർപ്പുകണങ്ങൾ ഉഷ്ണമായി തെറിച്ചു. അമ്മൂമ്മമാർ നെഞ്ചത്ത് കൈവച്ചു. ദൈവേ! ചെണ്ടക്കാരുടെ താളത്തിനൊത്ത് കയ്യും തലയും ഇളക്കിക്കൊണ്ടിരുന്ന ഉണ്ണിമോള് ആ രംഗം കണ്ട് പേടിച്ചുപോയി. തമ്പാച്ചി കത്തിപ്പോവമ്മേ! അവൾ സജലയുടെ മടിയിൽ മുഖം പൂഴ്ത്തി. വല്ലാണ്ട് കുളിരണല്ലോ മന്ത്രവാദിയേ, ഒന്നുകൂടെ ആവാല്ലേ? പൊട്ടൻ തെയ്യം പൊട്ടിച്ചിരിച്ചു. സഹായികളെ തട്ടിമാറ്റിക്കൊണ്ട് തെയ്യം ഒന്നുകൂടി മേലേരിയിലേക്കെടുത്തു ചാടി. ഇടയ്ക്ക് ഒളിഞ്ഞു നോട്ടം നടത്തിയ ഉണ്ണിമോള് കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇവിടുന്ന് പോവാമേ, ഇവിടുന്ന് പോകാമേ! അവൾ ചിണുങ്ങിക്കൊണ്ട് സജലയെ നുള്ളാനും പറിക്കാനും തുടങ്ങി. പക്ഷേ സജല ഒന്നും പ്രതികരിച്ചില്ല. മനസ്സിൻ്റെ മേലേരിയിൽ ഒടയില്ലാതെ അവൾ വെന്തുരുകുകയായിരുന്നു. ഉണ്ണിമോളുടെ ആക്രമണം അധികരിച്ചപ്പോൾ നാത്തൂൻ ഇടപെട്ടു. ഏടത്തിയെ, നിങ്ങൾ ചിന്തിക്കുന്നതൊന്നും മതിയാക്ക്. കഴിഞ്ഞത് കഴിഞ്ഞുപ്പാ, ആ കുഞ്ഞിനോടൊന്നും ഉണ്ട്. അതിനും സജലയിൽ നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല. രാവിലെ ഈ ബഹളമത്രയും കഴിഞ്ഞിട്ടും അമ്മയും ഏട്ടനും ഏട്ടത്തിയെ തനിച്ചാക്കി തെയ്യം കാണാൻ പോയി. എനിക്കെന്തോ തനിച്ചാക്കി പോരാൻ മനസ്സ് വന്നില്ല. കൂട്ടത്തിൽ കൂടുമ്പോഴെങ്കിലും ഏട്ടത്തിയുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്ന കരുതി. പക്ഷേ ജോലി കിട്ടിയതറിഞ്ഞ് പരിചയക്കാരൊക്കെ അടുത്തുകൂടി ഓരോന്ന് ചോദിച്ചു. ഓറ് ആരോടും മിണ്ടിയില്ല. ഒരാളുടെ മുഖത്ത് പോലും നോക്കിയില്ല. ഓ, ഗവൺമെൻറ് ഉദ്യോഗത്തിൽ കയറുമ്പോഴേക്കും പത്രാസ്! ലൂഹ്യക്കാരൊക്കെ മുഖം ചുളിച്ച് കടന്നുപോയി. മേലേരിയിലേറിക്കഴിഞ്ഞ തെയ്യം അല്പസമയത്തിനു ശേഷം പതിയിലേക്കു മടങ്ങി. കലശത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അന്നേരം നാത്തൂൻ ആൾക്കൂട്ടത്തിനിടയിൽ അമ്മയെയും ചേട്ടനെയും തിരഞ്ഞു. എല്ലാവരും അടുത്ത കളത്തിൽ ഒറ്റക്കോലത്തിൻ്റെ തീപ്പായൽ കാണാൻ മുന്നിലിടം പിടിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുകയാണ്. ഉരിയാട്ടുമുട്ടി തളർന്നിരിക്കുന്ന സജലയുടെയും വീട്ടിലേക്കു പോകാൻ അലോസരപ്പെടുത്തുന്ന ഉണ്ണിമോളുടെയും ഇടയിൽപ്പെട്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയ നിമിഷത്തെ നാത്തൂൻ പെണ്ണ് ശപിച്ചുപോയി. കണ്ട ആണുങ്ങളെ മുട്ടിയൊരുമി നീ കൊണ്ടുവരുന്നത് കിട്ടിയിട്ട് വേണം ഈടെ ചോറ് വെക്കാൻ. വേറെ എന്തെങ്കിലും പണിയാങ്ക് സാരൂല. ഇത് ഥൂ! മുറുക്കാൻ്റെ ഒപ്പം നീട്ടി തുപ്പിയ അമ്മയുടെ വാക്കുകൾ മുറ്റം ചുവപ്പിച്ചു. ഈ അമ്മാമ്മ! മുറുക്കാൻ പശുമയോട് അറപ്പ് തോന്നിയ അപ്പു തുപ്പല് ചവിട്ടാതെ മാറി നടന്നു. ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ടത് കരഞ്ഞ് കലങ്ങിയ ഏട്ടത്തിയമ്മയുടെ മുഖമായിരുന്നു. അച്ഛനും അമ്മയും അമ്മാമ്മയുമൊക്കെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ വാക്കുകൾ പരസ്പരം എറിയുന്നത് കണ്ട് സ്നേഹം മുറിപ്പെട്ട് വിങ്ങി നിൽക്കുകയായിരുന്നു ഉണ്ണിമോള്. നീ ഓളെ നോക്ക്, 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായോളാ. ഓളുണ്ടാ ജോലിയും കൂലിന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. എന്നിട്ട് ഓക്കെന്നാ കുറവ്? തന്നെ കരുവാക്കി അമ്മ വീമ്പു പറയാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് നേരെ കുരച്ചു ചാടാൻ പല്ലും നഖവും ത്രസിച്ചതാണ്. പക്ഷേ രംഗം വഷളാക്കണ്ടെന്ന് കരുതി നാവ് കടിച്ചു പിടിച്ചു. അമ്മയുടെ ജീവിതം വച്ചാണ് എല്ലാവരെയും തുലനം ചെയ്യുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ എനിക്കെന്താണൊരു കുറവ്? ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം സുഖമായി ജീവിക്കുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച കാലം മറന്നു. നാവ് കൊതി മറന്നു. എന്തിന്? തുളവീണ അടിവസ്ത്രം മാറ്റണമെങ്കിൽ പോലും കൈനീട്ടേണ്ടി വരുമ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച പഠിത്തം കൊഞ്ഞനം കുത്തുന്നതുപോലെ തോന്നും. എന്നാലും ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ അമ്മയോട് 2 വാക്ക് പറയുക തന്നെ ചെയ്തു. അമ്മേ, എനിക്കാഗ്രഹമില്ലെന്ന് കരുതി എല്ലാവരും അതുപോലെ ആകണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലാട്ടോ. പെട്ടെന്നാണ് കതിന വെടി പൊട്ടിയത്. എന്തൊക്കെയോ ചിന്തിച്ചിരുന്നതിനാൽ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. ഒപ്പം ഉണ്ണിമോളും. തീച്ചാമുണ്ടിയുടെ പുറപ്പാട് അറിയിച്ചുകൊണ്ടുള്ള വെടിയായിരുന്നു അത്. വെടി കേട്ടതും ഉണ്ണിമോൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. മേമേ, എനിക്ക് പേടിയാവുന്നു, അച്ഛനെ കാണണം.
കുഞ്ഞ് റബ്ബർ പന്ത് പോലെ നിന്ന് തുള്ളി. ഗത്യന്തരമില്ലാതെ അവൾ സജലയോട് പറഞ്ഞു, ഏട്ടത്തി ഇവിടെ ഇരിക്കെ, ഏട്ടനോ അപ്പോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ. അവരുടെ കയ്യിലാവുമ്പോൾ ഇവള് കരയാതിരിക്കും. നാത്തൂൻ സജലയെ തിരക്ക് കുറഞ്ഞ ഒരിടത്തിരുത്തി ഉണ്ണിമോളെയും എടുത്ത് ആൾക്കൂട്ടത്തിലേക്ക് കയറി. നടന്നകലുമ്പോൾ അവൾ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി. പാവം. പതച്ചു പൊങ്ങുന്ന ചോറ്റുകലത്തിനരികിൽ, കുമിഞ്ഞുകൂടുന്ന എച്ചിൽ പാത്രങ്ങൾക്കരികിൽ, അഴുക്കുലുമ്പുന്ന തുണിക്കല്ലിനരികിൽ എല്ലായിടത്തും ഒരു പുസ്തകവും പേനയും കാണാം. അവനവനെ ഊട്ടാൻ നിൽക്കാതെ മറ്റുള്ളവരെ ഊട്ടി മിച്ചം കിട്ടിയ സമയം സ്വരുക്കൂട്ടി വച്ചാണ് അവർ പഠിച്ചു നേടിയത്. ചുരുട്ടിപ്പിടിച്ച മുഷ്ടിക്കുള്ളിൽ അപ്പോയിൻമെൻ്റ് ലെറ്റർ വിയർത്ത് കുതിരുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. മോളെ, ഓനിഷ്ടമില്ലാത്ത പണിക്ക് നീ പോണ്ട. ചൊവ്വാദോഷവും കൊണ്ട് മങ്ങലൊന്നും ശരിയാവാണ്ട് 30 വയസ്സ് വരെ നാട്ടുകാരുടെ കുത്തുവാക്ക് കേട്ടു. ഇനി കെട്ടിയോനെയും കൂടി കളഞ്ഞിട്ട് ഞങ്ങൾക്ക് താങ്ങാനാവില്ല. നീ ചെയ്യല്ല. ഏട്ടത്തിയുടെ അമ്മയും ഇങ്ങനെ പറയുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഉണ്ണിമോളെ, ഞാൻ നോക്കിക്കൊള്ളാം, ഏട്ടത്തി ജോലിക്ക് പോയിക്കോ എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ ഏട്ടൻ എന്തു പറ്റി? ഒരു കണ്ടക്ടറുടെ മക്കളായി വളർന്നതല്ലേ നമ്മൾ. എന്നിട്ടും ഏട്ടത്തിക്ക് ആ പണി കിട്ടിയപ്പോൾ അതിന് നിലവാരമില്ലത്രേ. മുച്ചക്ര വാഹനം ഓടിച്ച് ഒരന്തി കഴിയാൻ പറ്റുന്നില്ലെന്ന് നാഴികയ്ക്ക് 40 വട്ടവും പറയുന്ന ആളാ. എന്നിട്ടും ദുരഭിമാനത്തിന് ഒരു കുറവുമില്ല. അപ്പോനെയും ഏട്ടനെയും അന്വേഷിച്ച് ജനത്തിരക്കിൽ അലിയുമ്പോഴൊക്കെ അവളുടെ ചിന്ത ഏട്ടത്തിയെക്കുറിച്ചായിരുന്നു. മനസ്സുകൊണ്ട് അടുത്തായിരുന്നെങ്കിലും ദേഹം കൊണ്ട് ഒരുപാട് ദൂരം പിന്നിട്ടത് നാത്തൂൻ അറിഞ്ഞതേയില്ല. ഈ സമയം തീച്ചാമുണ്ടി അഗ്നിപ്രവേശനത്തിനായി പാഞ്ഞെടുത്തു. ഇടന്തലപ്പുറത്ത് മേളം കൊഴുത്തു. 10,000-കണക്കിന് ശ്വാസനിശ്വാസങ്ങളിൽ ഉഷ്ണം തളങ്കിട്ടി നിന്നു. തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ തീയിലെറിഞ്ഞ ഹിരണ്യകശിപുവിനെ കൊല്ലാൻ തൂണ് പിളർന്നെത്തിയ നരസിംഹാവതാരം. അവതാരപ്പിറവി കണ്ട് സർവചരാചരങ്ങളും നിശ്ചലമായപ്പോൾ അഗ്നി മാത്രം ദൈവത്തെ ഗൗനിച്ചില്ല. അഗ്നിയുടെ അഹന്ത കണ്ട് കോപം പൂണ്ട ദൈവം തീയിലേക്കെടുത്ത് ചാടി കനല് മുഴുവൻ വെണ്ണീറാക്കി. ആ രൗദ്രഭാവം കണ്ട് ഉണ്ണിമോള് പേടിക്കാതിരിക്കാൻ അവൾ വേഗത്തിൽ നടന്നകന്നു. ആൾക്കൂട്ടത്തിൽ എത്ര തിരഞ്ഞിട്ടും അവൾക്ക് അപ്പൂനെയോ ഏട്ടനെയോ കണ്ടെത്താനായില്ല. ഉണ്ണിമോളെ എടുത്ത് നടന്ന് അവൾക്ക് കൈ കഴച്ചു. ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഏട്ടത്തിയെയും കൂട്ടി വീട്ടിലേക്ക് പോകാം. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് തടം കെട്ടി നിർത്തിയ വെള്ളം അരികു പൊട്ടി ഒഴുകുന്നതുപോലെ ഒരു ഭാഗത്തെ ജനങ്ങൾ തീച്ചാമുണ്ടിയുടെ കളം വിട്ട് പൊട്ടൻ തെയ്യത്തിൻ്റെ കളത്തിലേക്ക് ഓടിത്തുടങ്ങിയത്. ഒഴുക്കൽപ്പെട്ട് അവളും മുന്നോട്ട് നീങ്ങിയെങ്കിലും വീണുപോകാതിരിക്കാൻ അരികു പിടിച്ചു നിന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും അകലെയായി പൊട്ടൻ തെയ്യത്തിൻ്റെ കളത്തിൽ കനലാടി ആടിക്കഴിഞ്ഞ മേലേരി ആളിക്കത്തുന്നത് അവൾ കണ്ടു. അതിനു ചുറ്റും തീ പടർന്ന ഒരു രൂപം പൊള്ളിപ്പരക്കെ ഓടുന്നു. ആക്രോശങ്ങളും നിലവിളികളും അത്യുച്ചത്തിൽ പെണ്ണുങ്ങൾ നെഞ്ചത്തടിച്ചു. അവൾ തളർന്നിരുന്നുപോയി. അരുതാത്തതെന്തെങ്കിലും സംഭവിച്ചു പോയോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചിതറിയോടുന്ന ആൾക്കൂട്ടത്തിനിടയിൽ ഉറങ്ങാൻ തുടങ്ങിയ ഉണ്ണിമോളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവൾ നെഞ്ചുപൊട്ടി വിളിച്ചു, "എൻ്റെ പൊട്ടൻ ദൈവേ, ആപത്തൊന്നും വരുത്താതെ കാത്തൊള്ളണേ."